ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല യമ്മി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വിത്ത് ചിക്കൻ. യെസ്, അപ്പോൾ നമുക്കൊന്ന് റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടിയല്ല, ഞാൻ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് അത് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ പാസ്തയിലെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഒറിഗാനോ ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബട്ടറിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തിട്ടൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം ഫ്രൈ ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ കുറച്ച് യൂസ് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിതുപോലെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. യെസ്, നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ആ ഒറിഗാനോടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. യെസ്, അപ്പോൾ അതാ ഞാൻ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ലപോലെ കഴുകി എടുക്കുക. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. യെസ്, അപ്പോൾ ഇതാ ഞാൻ പാസ്ത വേവിക്കാനായിട്ടൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ സ്റ്റിക്കി ആവാണ്ട് നല്ല ഇതായിട്ട് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. യെസ്, വെള്ളം പതിയെ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ പാസ്ത ഇട്ട് കൊടുക്കാം. എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുക. നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. പാസ്ത വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വെള്ളം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, ഇപ്പം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് മീഡിയത്തിലാക്കിയിട്ട് നല്ലപോലെ വേവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. യെസ്, അപ്പം നമ്മുടെ പാസ്ത ഓൾമോസ്റ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ജസ്റ്റ് അറിയാനായിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടൊന്ന് നോക്കുക. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെക്ക് ചെയ്തതാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കാം. യെസ്, ഞാൻ എന്താ ഇവിടെ പാസ്തയുടെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത റെഡിയാക്കാം. യെസ്, അപ്പോൾ നമ്മൾ പാൻ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ബട്ടർ ഞാനൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെൽറ്റ് ആവട്ടെ. പിന്നെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടറാണ്. ബട്ടർ തന്നെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കനും അതുകൊണ്ടാണ് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2.5-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
ആ ബട്ടറിൽ കിടന്നത് നല്ല പോലെ ഒന്ന് സോട്ടാവണം. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എടുത്തു വച്ചിരിക്കുന്ന പാല് ഞാൻ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പാസ്തയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒറിഗാനോ. ഇതിന് ആ ഫ്ലേവർ തരുന്ന ഒറിഗാനോ ആണ്. ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഈ ഒറിഗാനോയുടെ ഒപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും നല്ലതാണ്. അതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്ത് വെച്ച് ചിക്കൻ ഇടുവാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. അത് ആ ചൂട് കൊണ്ട് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ചീസ് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് കുറച്ച് ഒറിഗാനോയും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എന്തായാലും ആഡ് ചെയ്യുക. യെസ്, നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെയും ഫേവറേറ്റ് ആയിരിക്കും. യെസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.